ഹായ്, വെൽക്കം ബാക്ക് ടു വൈബല്ല. ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം വേണ്ടത് റിബണാണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ റിബണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതൊരു ക്ലിപ്പ്, ഒരു സാധാരണ നീഡിൽ, ബ്ലാക്ക് കളർ ത്രെഡ്, ഒരു വലിയ സീസേഴ്സ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തെർമോക്കോൾ ബോൾസ് ആണ്. ഇതിങ്ങനെ പാക്കറ്റിൽ പല കളറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒട്ടിക്കാൻ വേണ്ടി ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണ്. ഇനി ആവശ്യമുള്ളത് ഒരു ബ്ലാക്ക് കളർ നെറ്റാണ്. അത് നമുക്ക് കടയിൽ നെറ്റ് ലേസ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പഴയ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിലുള്ള നെറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു നെറ്റുണ്ട് ഈ ടോപ്പിൽ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിനകത്തുള്ള ലൈനിങ് ക്ലോത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇപ്പോൾ എനിക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഞാൻ ഒഴിവാക്കിയിട്ട് ഇനി ഞാൻ എടുത്ത ഈ നെറ്റ് പീസിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം. ഇതിന് ഏകദേശം ഒരു 10 ഇഞ്ച് നീളവും പിന്നെ ഒരു 8 ഇഞ്ച് വീതിയും ഉണ്ട്. ഇതിൻ്റെ ചീത്ത ഭാഗവും ഇത് നല്ല ഭാഗവും. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം അകത്തും ചീത്ത ഭാഗം പുറത്തും വരുന്ന രീതിയിൽ നീളത്തിൽ പകുതിയായി മടക്കുക. എന്നിട്ട് ഈ അറ്റം നമ്മൾ തുന്നിക്കൊടുക്കാം. ജസ്റ്റ് സിമ്പിളായിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. അറ്റം നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പുറം മറിക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം മുകളിൽ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പകുതിയായിട്ട് മടക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് അവിടെ നമ്മൾ 2 പിന്ന് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ പിന്ന് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സൈഡിലും 2 ഓപ്പണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ തെർമോക്കോൾ ഫില്ലിങ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് മടക്കിയിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള പിൻ എടുത്തിട്ട് അത് അഴിച്ച് നമ്മൾ പിൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ നമ്മൾ മറ്റേ ഭാഗവും തെർമോക്കോൾ വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അറ്റവും നേരത്തെ പോലെ തന്നെ നമ്മൾ മടക്കിയിട്ട് സെൻറ്ററിൽ പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള പിന്ന് തന്നെ ഊരിയിട്ട് നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടെ കൂട്ടി പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നൂല് വെച്ചിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അത് ഏറ്റവും സിമ്പിളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റുള്ളൂ.
സ്റ്റിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നൂലിൻ്റെ അറ്റം പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു ബോ ഷേപ്പിലായി കിട്ടും. പിന്നെ നമ്മളൊരു 1-2 ചുറ്റ് അതിൻ്റെ മിഡിലിൽ ചുറ്റിയിട്ട് കെട്ടിയിട്ട് ടൈറ്റാക്കി സെക്യൂർ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ ഒരു ബോ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റിബൺ വെച്ച് ഇതിൻ്റെ ചുറ്റൊന്ന് സെൻറ്ററിൽ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ച് അവിടെ ഇത്തിരി ഗ്ലൂ ആക്കി കൊടുക്കുക. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ കൈ പൊള്ളി പോകാൻ സാധ്യതയുണ്ട് ചൂടായതുകൊണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് പതുക്കെ നമ്മൾ ഈ റിബൺ വെച്ചൊരു ചുറ്റിയിട്ട് അവിടെ റിബണിൻ്റെ അറ്റം ഹോട്ട് ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഹോട്ട് ഗ്ലൂ വേണ്ടെന്നുള്ളവർ ഫാബ്രിക് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇതിന് പകരം. പക്ഷേ ഒന്നുകൂടി ടൈറ്റായിട്ട് അതിൻ്റെ ബാക്കിൽ ക്ലിപ്പൊക്കെ നിൽക്കണമെങ്കിൽ ഹോട്ട് ഗ്ലൂ ആണ് ഒന്നുകൂടി സെക്യൂറായി നിൽക്കാൻ പറ്റുക. ഇതാ ഇപ്പോൾ നമ്മുടെ ബോ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിന് ചെറിയൊരു ഡെക്കറേഷൻ കൂടെ കൊടുക്കാം അല്ലേ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഭംഗിയുള്ളൊരു സ്റ്റോണ് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെ ഇത്തിരി ഹോട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അവിടെ ആ സ്റ്റോൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അങ്ങനെ ഇളക്കാതെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അത് വേഗം ഒട്ടിപ്പിടിച്ചോളും. ഇനി ഈ ക്ലിപ്പ് ബാക്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹോട്ട് ഗ്ലൂ എടുത്തിട്ട് കുറച്ച് അതിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ക്ലിപ്പ് അവിടെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതാ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ബോ ക്ലിപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്